ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട DPRൽ തട്ടിക്കൂട്ട് റിപ്പോർട്ടുകളാണ് ഉൾപ്പെടുത്തുന്നതെന്ന് ആരോപണം. കൃത്യമായ സാമൂഹ്യ സാങ്കേതിക പരിശോധന നടത്താത്തതാണ് ദേശീയപാത തകരുന്നതിന് ഇടയാക്കുന്നതെന്ന് ദേശീയപാത മുൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ TR ശിവദാസൻ പറഞ്ഞു. സോയിൽ നെയിലിംഗ് കേരളത്തിൽ നടത്തിയിരിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലല്ലെന്നും ഇത് അപകടസാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ശിവദാസൻ പറയുന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി അപാകതകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതെങ്ങനെ സംഭവിച്ചു? സാങ്കേതികമായി അതെന്തുകൊണ്ടാണ് വരുന്നത്? ദേശീയപാത വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായിരുന്ന ശിവദാസൻ നമുക്കൊപ്പം ചേരുകയാണ്. സർ, താങ്കൾ 2.5 വർഷത്തോളം ദേശീയപാതയിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ്? അതായത് മെയിനായിട്ട് അപാകത DPRൻ്റെ ഒരു ഫെയിലിയേഴ്സാണ്. DPR കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. കാരണം അതിൽ പണിയെടുത്തവർ മുഴുവൻ അന്യദേശക്കാരായുള്ള വിദഗ്ധ എഞ്ചിനീയർമാരാണ്. ആ സമയത്തൂടെ അവരിവിടെ വരുമ്പോൾ നല്ല വെയിലാണ്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അതിൻ്റെ പരിണാമങ്ങൾ അറിയുന്നത് ഇവിടെ സ്വദേശികളായ എഞ്ചിനീയർമാരും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലുള്ള വിദഗ്ധരും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നടപടിക്രമം നടത്തിയിട്ടില്ല. എൻവയോൺമെൻറ്റോളജിസ്റ്റിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല അതിലുള്ളത്. കാരണം നമ്മളുടെ സോഷ്യൽ പരിസ്ഥിതി കാലാവസ്ഥ പരിണാമങ്ങൾ ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു എക്കോസിസ്റ്റം മനസ്സിലാക്കിയിട്ടല്ല ആ റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നത്. അവർ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ റിപ്പോർട്ടുകൾ വേൾഡ് ബാങ്കിൻ്റെ കയ്യിലുണ്ട്. 2002 അതൊക്കെ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നല്ലോ. സോയിൽ ഇൻവെസ്റ്റിഗേഷൻ, സോയിൽ ക്ലാസിഫിക്കേഷൻ, സോയിൽ പ്രോപ്പർട്ടീസ് ഇതൊന്നും വിശദമായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളത് ക്ലിയർ കട്ടാണ്. കാരണം നമ്മളുടെ ഇപ്പം പ്രിയറിൻ്റെ പ്രശ്നം നോക്കുക. അവർ സോയിൽ സ്റ്റെബിലേഷൻ പരിപൂർണമായിട്ട് നടത്താത്തതുകൊണ്ടല്ലേ താന്നത്, അത് സിങ്ക് ചെയ്തത്. പക്ഷേ നേരെ മറിച്ചാൽ വേറൊരു പോംവഴി ഉണ്ടായിരുന്നു. അയക്കട്ട് എലിവേറ്റഡ് ഡൈവും അവർ നല്ലൊരു ഉപാധിയാണ് ആദ്യം തന്നെ. പിന്നെ എന്തിനതിന് പോയെന്ന് അറിയില്ല. പിന്നെ അവർ വേറെ എന്താ വെച്ചാൽ വലിയ മല പോലെ ചൈനീസ് വാൾ പോലെ കെട്ടിക്കഴിഞ്ഞാൽ 2 പ്രദേശക്കാരെ സെപ്പറേറ്റ് ചെയ്യണം. സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും സൗഹൃദ ബന്ധങ്ങൾക്ക് ഒരു തടസ്സമാണത്. വെള്ളുണ്ടായത് സിങ്കിങ്ങാണ്. സിങ്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി സർവീസ് റോഡ് ഹീവപ്പ് ചെയ്യും, പൊങ്ങും. പിന്നെന്താ അതിന് ഇങ്ങനെയുള്ള റോഡുകൾക്ക് വേണ്ടതായുള്ള വേ സൈഡ് അമ്യൂണിറ്റീസ്, ബസ് പാർക്കിംഗ് പ്ലേസ്, ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് നാഷണൽ പറഞ്ഞ പോലെ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് അപകടങ്ങളായിട്ടുണ്ട്. ഇത് പഠനം നടത്തിയതും ചെയ്യുന്നതും ഒരേ ടീമാണ്, മനസ്സിലായില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബലഹീനത അതിലുണ്ടല്ലോ. ഇത് 2 ഏജൻസി ആണെങ്കിൽ കുറച്ചും കൂടി ഗഹനമായിട്ട് ചെയ്യായിരുന്നു. വളരെ മോശമായിട്ടാണ് ഈ മലകളൊക്കെ ഇടിച്ച് സാധിച്ചിരിക്കുന്നത്. അതിന് നേച്ചർ സ്ലോപ്പില്ല, സ്പെസിഫിക്കേഷൻ കീപ്പ് ചെയ്തില്ല, സ്റ്റാൻഡേർഡ്സ് ഒന്നുമില്ല. അതൊക്കെ വെളിയിൽ വന്നു. ഞാൻ അന്നേ പറഞ്ഞു ഇത് അടുത്ത് ദുരന്തം വന്നു. അത് ദുരന്തം വന്നു കഴിഞ്ഞു. ഓൾറെഡി ഓഫീസേഴ്സ് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ക്ലിയർ കട്ടാണ്. അവിടെ സോയിലിന് നടക്കുന്ന വെച്ചാൽ ഡിഫറെൻറ്റ് ലെയറായിട്ടാണ് പല ടൈപ്പ് ഓഫ് സോയിൽ വരുന്നത്. അതൊന്നും ശരിക്കും പഠിച്ചിട്ടില്ല. ഇത് മോണിറ്റർ ചെയ്യുന്നതിൽ PWDക്കോ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിക്കോ ഒക്കെ വലിയ തരത്തിൽ വീഴ്ചയല്ല സംഭവിച്ചിരിക്കുന്നത്. അത് ഞാൻ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇവിടെ വളരെ കൃത്യമായി പറയുന്നത്, ഇവിടെ ശാസ്ത്രീയമായി പഠനം നടത്താതെയും സാങ്കേതികമായി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെയാണ് സോയിൽ നെയിലിംഗ് അടക്കം നടത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ സാഹചര്യത്തിലും സോയിൽ നെയിലിംഗ് ചെയ്യാൻ കഴിയും. പല പ്രൈവറ്റ് പാർട്ടീസും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് തൻ്റെ അറിവിൽ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ശാസ്ത്രീയ പരിശോധനകൾ കൃത്യമായി നടത്താത്തതാണ് ഇന്നത്തെ അവസ്ഥയിൽ ഈ ഹൈവേ ഇത്തരത്തിൽ തകരാനുള്ളൊരു കാരണം എന്ന് തന്നെയാണ് ശിവദാസൻ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഇത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അപാകതകൾ സംബന്ധിച്ച പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ശിവദാസൻ ആവർത്തിക്കുകയും ചെയ്തത്. സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലേഷ്, റിപ്പോർട്ടർ, കോഴിക്കോട്. അഭിലാഷ്, ഇപ്പോൾ തട്ടിക്കൂട്ട് റിപ്പോർട്ടുകളാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട DPRലടക്കമുള്ള കുഴപ്പങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഒരു പരിശോധന കൃത്യമായി നടത്തിയിട്ടുള്ളത് അഭിലാഷ്? തീർച്ചയായിട്ടും അദ്ദേഹം ഏതാണ്ട് 2.5 വർഷക്കാലത്തോളം ദേശീയപാതയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ജോലി ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായി തന്നെ അറിയാം. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലമറിയാതെയാണ് ദേശീയപാതയുടെ പണി നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം തട്ടിക്കൂട്ട് പരിശോധനകൾ മാത്രം നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ വലിയൊരു പ്രൊജക്റ്റ് നടത്തുമ്പോൾ അത് അവസാനം എഴുതി ചേർക്കുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത് എന്ന കാര്യമാണ് പറയുന്നത്. സാങ്കേതികമായുള്ള പരിശോധന നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ സാമൂഹ്യമായുള്ള പരിശോധന നടത്തിയിട്ടില്ല.
ഇത്തരത്തിൽ ഒരു പരിശോധനയും നടത്താതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ നിർമ്മാണ കമ്പനിക്ക് തന്നെയായിരുന്നു ഇത്തരത്തിൽ പഠനം നടത്തേണ്ടതിനും അതോടൊപ്പം തന്നെ നിർമ്മാണം നടത്തേണ്ടതിൻ്റെയും ചുമതല നൽകിയിരുന്നത്. അത് എത്രത്തോളം പര്യാപ്തമാണ് എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സോയിൽ ലെവലിംഗ് അടക്കം ശാസ്ത്രീയമായി തന്നെ ചെയ്താൽ ഒരു അപകടം ഉണ്ടാവില്ല. പക്ഷേ കേരളത്തിൽ ചെയ്തത് പലയിടങ്ങളിലും ശാസ്ത്രീയമായിട്ടല്ല, ഇതാണ് അപകടങ്ങൾക്ക് വഴിവെച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഇനി ഇത്തരത്തിൽ പാത നിർമ്മിക്കുമ്പോൾ എടുക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ദേശീയപാതയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു അപാകത മറ്റൊരു തരത്തിലാണ്. ഇതിൽ ഒന്ന് എന്ന് പറയുന്നത്, കാരണം 100 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ദേശീയപാത നിർമ്മാണത്തിനാണ് ഇത്തരത്തിൽ സാങ്കേതികമായുള്ള പരിശോധന നടത്തേണ്ടത്. പക്ഷേ ഇവിടെ പല തട്ടുകളായി സ്പ്ലിറ്റായി തിരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ദേശീയപാത കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പഠനം നടത്തേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി ഈ ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.